അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് രണ്ട് സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഒരു 2-3 മിനിറ്റ് ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്തതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം കേട്ടോ. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. നോക്കൂ, വളരെ പ്രയാസകരമായൊരവസ്ഥയിലുള്ള വീടുകളാണ് അതൊക്കെ. അതായത് എല്ലമല എന്ന് പറയുന്ന ഗൂഡല്ലൂരിലെ C4th ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. റൈഹാനത്ത് എന്ന് പറയുന്ന അവിടെ ഒരു സഹോദരിക്ക് സ്ട്രോക്ക് വന്നിട്ട് മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പ്രിയപ്പെട്ടവരെ, ഫണ്ട് വരുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു പ്രയാസത്തെക്കുറിച്ച് പറയുന്നത്. 2 കുട്ടികളാണ്, ഐറ്റങ്ങൾ കരയാണ്. ആ പയ്യനൊന്നും കരയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ ഉമ്മാൻ്റെ ഒരവസ്ഥ കണ്ട് ബോധരഹിതയായി കിടക്കുന്ന സ്വന്തം ഉമ്മ. ബാപ്പയാണെങ്കിലോ പിന്നെ ബ്രെയിൻ ട്യൂമറായിട്ട് ബാംഗ്ലൂരിൽ ചികിത്സ. വീടിൻ്റെയൊക്കെ ഒരവസ്ഥ ഇങ്ങനെ നമുക്കറിയാലോ. നമുക്കിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു. ഒരു ബാലൻ, ഒരു ചെറിയ കുട്ടി സ്വന്തം നഗ്നത മറക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ ബനിയനെടുത്തിട്ട് ഇങ്ങനെ മറച്ചപ്പോൾ നമ്മളെ കൽബ് പൊട്ടിപ്പോയി. കാരണം ഓനൊരു ടീഷർട്ട് വാങ്ങി കൊടുക്കാൻ നമുക്ക് സാമ്പത്തികമായിട്ട് ഓനെ നമുക്ക് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളിതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഈ QR കോഡിലും ഗൂഗിൾ പേയിലും നിങ്ങൾക്ക് സഹായം ചെയ്താൽ ഒരു 10-20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ മൗലാന ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്ന് അവർക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കറക്റ്റായിട്ട് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. എല്ലാവരും പറയും പോലെ നാട്ടുകാരില്ലേ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. ഈ നാട്ടുകാരുടെ അവസ്ഥ ഇതാണ്, അവരുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. തേയിലത്തോട്ടത്തിൽ 300 രൂപ 250 രൂപയൊക്കെയാണ് ഒരു ദിവസം അവരുടെ വേതനം എന്ന് പറയുന്നത്. നിങ്ങളാ സഹോദരിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഉമ്മാൻ്റെ കരച്ചിലും, എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, അവരുടെ ആ ഉമ്മാൻ്റെ ഒക്കെ കരച്ചിൽ നമ്മളൊക്കെ എത്രയോ അനുഗ്രഹത്തിലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിക്വസ്റ്റ് ചെയ്യുന്നത്, അപേക്ഷിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംഗതിയെ കണ്ടിട്ട് മനസ്സ് പൊട്ടി വേദനിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെ വിരൽത്തുമ്പ് കൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിലേക്കൊരു 10 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളെല്ലാ ആളുകളും, നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലമലയും C4th ഒക്കെ ഒന്ന് പോയി കാണണം. അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയണം. എന്തെങ്കിലും അവർക്കൊക്കെ പെരുന്നാൾക്ക് ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്തോണ്ടു. നമ്മളെ മഹലിൽ 10, 12, 15 ഒക്കെ അറുത്തിട്ട് 2-2.5 കിലോനൊക്കെ ഒരു പെരയ്ക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതും വലിയ പ്രയാസത്തിലാണ്.